തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപമാണ്. ടോട്ടലായിട്ട് 42 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന ഈ ഒരു വീടോട് കൂടി ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് വീടിന് ചുറ്റും ഒത്തിരിയധികം സ്ഥലം വേണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളത് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. ഇപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പിൻവശത്തേക്ക് എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലോ ഒരു ഫാമൊക്കെ ചെയ്യണമെങ്കിലോ ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മണലുവിളയാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിൻകര എത്തേണ്ട അതിന് മുമ്പ് തന്നെ മൂന്നേലുമൂടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മണലുവിള എത്താൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾ ബൈപ്പാസ് വഴിയാണ് വരുന്നതെങ്കിൽ പഴയടയിൽ നിന്ന് നമുക്ക് ബൈപ്പാസിൽ നിന്ന് പഴയട കയറി ആ രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 കിലോമീറ്റർ ഓലത്താന്നി കഴിഞ്ഞ് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മണലുവിള എത്താം. മണലുവിള ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ്, അതായത് മണലുവിള ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് തന്നെ ഇടത്തോട്ട് സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലേക്കുള്ളൊരു ആർച്ച് കാണാം. അതുവഴി കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. മുൻവശത്തുള്ള റോഡ് ഇപ്പോൾ ടാറിംഗ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ മെറ്റൽ കൊണ്ടിറക്കി ഇന്ന് അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ്ലി ഈ വീഡിയോ കയറി നിങ്ങൾ ഈ പ്രോപ്പർട്ടി കാണാൻ വരുമ്പോഴത്തേക്കും ഈ റോഡിൻ്റെ പണി പൂർണ്ണമായിട്ടും ഫിനിഷ് ആയിട്ടുണ്ടാവും. നമുക്ക് മുൻവശത്ത് ഇതുപോലെ ഒത്തിരിയധികം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം വണ്ടികൾ പാർക്ക് ചെയ്യാം. നമുക്കിതുപോലെ കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടുതലും പ്ലോട്ടിൻ്റെ ബാക്കി ഭാഗം പിൻവശത്തേക്കാണ് കിടക്കുന്നത്. ടോട്ടലായിട്ട് 42 സെൻറ്റ് സ്ഥലമുണ്ട്. അതിന് വീടിൻ്റെ സൈഡിൽ ഇതുപോലെ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വലിയ വണ്ടിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഒരു ടിപ്പറൊക്കെ സുഖമായിട്ട് ബാക്കിലേക്ക് പോകുന്ന രീതിയിൽ ഇവിടെ വീതിയുണ്ട് കേട്ടോ. ഈ പിൻവശം ഫുള്ളായിട്ട് ക്ലിയറാക്കി ലെവൽ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതേ അങ്ങേ അറ്റത്തൊരു പമ്പ് ഹൗസ് ഒരു കിണറും കാണാം. അതുവരേക്കും നമ്മുടെ പ്രോപ്പർട്ടിയാണ്. നമുക്ക് പുറത്ത് ഇതുപോലുള്ള ചെറിയൊരു വാർത്ത ഒരു കെട്ടിടം കാണാൻ സാധിക്കും. അതിപ്പോൾ ഒരു സ്റ്റോർ റൂമായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റിയൊക്കെ ചെയ്യണം, അതിൻ്റെ സ്റ്റാഫിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്താൽ ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഈ കെട്ടിടം വന്നിട്ട് ഏകദേശം 20 വർഷം പഴക്കമുണ്ട്. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച കെട്ടിടമാണ്. പക്ഷേ ഇപ്പോഴും നല്ല നീറ്റ് കണ്ടീഷനിൽ, അതായത് ഉടമ ഇപ്പോഴും ഇതിനകത്ത് തന്നെ താമസിക്കുകയാണ്. അത്രയും താമസയോഗ്യമായിട്ടുള്ള വീടാണ്. കയറി വരുന്നത് നമ്മുടെ ഒരു സിറ്റ് ഔട്ടിലേക്കാണ്. ഗസ്റ്റിനെയൊക്കെ അത് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. അവിടെ നേരെ വരുന്നത് നമ്മുടെ ലിവിങ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസ് വരും. അവിടെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണൊക്കെ നോക്കിയാൽ വളരെ സ്പേഷ്യസ് ആണ്. ഇതുപോലെ സ്ലാബ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്കാണ് അടച്ചിട്ടെടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റോർ റൂം കാണാം. ഈ ഒരു സ്റ്റോർ റൂം, ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. ഈ ഭാഗത്തായിട്ടൊരു പുകയടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. പിൻവശത്ത് ഇതുപോലുള്ള സ്റ്റോർ റൂമുകൾ കാണാൻ സാധിക്കും. ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് വരുന്നത്. അതിൽ 3 ബെഡ്റൂമും താഴത്തെ നിലയിലാണ്. ടോട്ടൽ ഈ 4 എണ്ണത്തിൽ 2 എണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഇതൊരു ബെഡ്റൂം. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം. എല്ലാ റൂമുകളിലും നമുക്ക് കബോർഡ് കാണാൻ സാധിക്കും. ഈ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത 2 റൂമുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇത് വരുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിനകത്ത് ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലൊരു ബെഡ്റൂമും പിന്നെ ഒരു ടവർ റൂമാണ് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കാണുന്ന പോലെ വളരെ വലിയൊരു ബെഡ്റൂമും ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു ഓപ്പൺ ടെറസാണ്. നമുക്ക് ഇനി ഒരു യൂണിറ്റ് കൂടെ ഇതിനകത്ത് ചെയ്തെടുക്കണമെങ്കിലും നമുക്ക് ആ രീതിയിൽ ഒരു 3 ബെഡ്റൂം യൂണിറ്റ് വേണമെങ്കിൽ ചെയ്തെടുക്കാനുള്ള സ്പേസ് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടവർ റൂമിനെ നമ്മുടെ മേളത്തെ യൂണിറ്റിൻ്റെ സിറ്റ് ഔട്ട് ആക്കാം കേട്ടോ. ആ രീതിയിൽ നമുക്കിനി ഭാവിയിൽ വേണമെങ്കിൽ പ്രൊവിഷൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുൻവശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി താഴേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു സ്റ്റെയർ താഴെ നിന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതിയാവും. ചുറ്റോട്ടം നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഇതിന് ഉദ്ദേശിക്കുന്ന വില, അതായത് ടോട്ടലായിട്ട് 42 സെൻറ്റ് സ്ഥലവും ഈ 3000 സ്ക്വയർ ഫീറ്റും അടങ്ങുന്ന പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില 2.5 കോടി രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്.